aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. പാപമാണ് ശാപത്തിലേക്ക് വഴി തുറന്ന് ദൈവത്തെയും നമ്മെയും തമ്മിൽ അകറ്റുന്ന ഘടകമെന്ന് പറയുന്നത്. ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പാപമാണ്. അശുദ്ധിയുമായുള്ള അനുരഞ്ജനം വിശുദ്ധനായ ദൈവത്തിന് അസാധ്യമാണ്. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ശാപം മാറ്റുവാനുള്ള വഴി പാപം മാറ്റുകയാണ്. പല വിധത്തിലുള്ള പാപങ്ങളെ കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. രഹസ്യ പാപങ്ങൾ, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്ന് 90 സങ്കീർത്തനം 8 വാക്യത്തിൽ നാം വായിക്കുന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നതും എന്നാൽ ദൈവത്തിനും നമുക്കും മാത്രം അറിയുന്ന തെറ്റുകളാണ് രഹസ്യ പാപങ്ങൾ. ഏകാന്ത സമയങ്ങളിലും മനസ്സിലും നാം ചെയ്യുന്ന തെറ്റുകളാണ് രഹസ്യ പാപങ്ങൾ. എന്നാൽ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന് എബ്രായ ലേഖനം 4:13 നാം വായിക്കുന്നു. മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. രഹസ്യ പാപങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ മറച്ചു വയ്ക്കാം, എന്നാൽ സകലരുടെയും പാപങ്ങൾ വെളിവാകുന്ന ഒരു ദിവസം ഉണ്ടെന്ന് യേശു പറഞ്ഞു. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണ എത്രയെന്ന് 1 തീമോഥെയോസ് 5:24 നാം വായിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത പാപങ്ങൾ വെളിവാക്കപ്പെടും. എന്നാൽ കഴുകപ്പെട്ട പാപങ്ങളെ ദൈവ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുന്നു. അവയെ പിന്നീട് ഓർക്കുക പോലും ഇല്ല. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവൻ ആകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എബ്രായ ലേഖനം 8:12. സ്വമേധയാ പാപങ്ങൾ, ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളാണ് സ്വമേധാ പാപങ്ങൾ എന്ന് പറയുന്നത്. തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പാപങ്ങളാണ് ഇവ. മനസ്സിൽ തീരുമാനിച്ചുറച്ച് ചെയ്യുന്ന തെറ്റുകൾ, അവയ്ക്ക് ശിക്ഷയേറും. പാപം ചെയ്യുന്നതും പാപത്തിൽ വീഴുന്നതും വ്യത്യാസമുണ്ട്. നാം പാപം ചെയ്യാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കണം. പാപം ചെയ്യാതെ സൂക്ഷിക്കുന്നവനെ ദൈവം സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നത് പോലുമില്ല. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ ദൈവമാണെന്ന് യൂദ തന്റെ ലേഖനം 24 വാക്യത്തിൽ പറയുന്നു. മരണകരമായ പാപങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകി പാപരക്ഷ പ്രാപിച്ചവൻ പാപങ്ങളിൽ തുടർന്നാൽ അവനെ കുറിച്ച് പ്രത്യാശയ്ക്ക് വകയില്ല. ദൈവം തള്ളിക്കളഞ്ഞവരെ ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യവുമില്ല. ദൈവം എല്ലാവർക്കും അവസാനം വരെ അവസരം കൊടുക്കുന്നു. അനുതപിച്ച് മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവൻ നാശത്തിനിരയാകും. യൂദ മരണകരമായ പാപത്തിൽ അകപ്പെട്ടവനാണ്. അവന്റെ രക്ഷ അവൻ നഷ്ടപ്പെടുത്തി. അവസാനം യേശുവിനെ ചുംബിക്കുവാൻ വന്നപ്പോഴും യേശു സ്നേഹിത എന്ന് വിളിച്ച് മടങ്ങി വരുവാൻ അവന് ഒരു അവസരം നൽകി. എന്നാൽ ആ അവസരവും അവൻ തള്ളിക്കളഞ്ഞു. അവൻ രക്ഷയെ നഷ്ടപ്പെടുത്തി. മരണകരമായ പാപങ്ങൾ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നും വേർപെട്ട് പോകുന്നു. കൃപയിൽ നിന്ന് അവർ വീണു പോകുന്നു. ദൈവം കൃപ പിൻവലിക്കുന്നില്ല. ജീവിതാവസാനം വരെ കൃപ ഒരുവനെ പിന്തുടരുന്നു.
ഈ കൃപയെ തള്ളിക്കളഞ്ഞാൽ അവൻ യേശുവിന്റെ ന്യായവിധിയിൽ നാശയോഗ്യനാകും എന്നതിന് സംശയം ഒന്നുമില്ല. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് വലിയ പാപം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെയെന്ന് യാക്കോബ് 4:17 നാം വായിക്കുന്നു. യേശുവിന് വേണ്ടി സാക്ഷിയാകുക എന്നത് ദൈവ കൽപ്പനയാണ്. അത് ചെയ്യാത്തത് പാപമാണ്. ഭവനത്തോടും സമൂഹത്തോടും നമുക്ക് ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളുമുണ്ട്. അവയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും പാപം തന്നെയാണ്. അരുതാത്തത് ചെയ്താൽ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. എന്നാൽ ഒരു യഥാർത്ഥ വിശുദ്ധനെ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും കുറ്റബോധം ഉണ്ടാകും. ചെയ്യരുതാത്തത് ചെയ്യുന്നത് വലിയ പാപമാണ്. ദൈവം നിഷേധിച്ചതിനെ നാം തിരഞ്ഞെടുക്കുന്നതാണ് ഈ പാപം. അതാണ് അനുസരണക്കേട്. ഹവ്വായും ആദാമും ചെയ്തത് ചെയ്യരുതാത്തത് ആയിരുന്നു. ചെയ്യരുതാത്തത് ചെയ്യുന്നതിന്റെ അനന്തരഫലം നിലനിൽക്കും. ദൈവം നിഷേധിച്ചതും നിരോധിച്ചതും വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലത്. അരുതാത്തത് ചെയ്യുന്നത് അകൃത്യമാണ്. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല എന്ന് എസ്കേൽ 7:13 നാം വായിക്കുന്നു. പാപ വഴികളിൽ വീണുപോകാതിരിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിക്കാം. ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് 119-ാം സങ്കീർത്തനം 9 മുതൽ 11 വരെ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.